ഗുഡ് ഈവനിങ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ബുക്ക് റിവ്യൂ ആയിട്ട് വരുന്നത്. ഒരു ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, അതിനോടൊപ്പം ഒരു ഫുൾ ലെങ്ത് വീഡിയോ കൂടെ ചെയ്യണമെന്ന് തോന്നി. ഈ പുസ്തകത്തിനെ കുറിച്ചാണ് ഇന്നത്തെ റിവ്യൂ. ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ്. അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണിത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഡോറിയസ് ഫോറക്സ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ആദർ. സ്റ്റോയിക് മെത്തേഡുകളിലൂടെ എങ്ങനെ നമുക്ക് ലൈഫ് സക്സസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഡെവലപ്മെൻറ്റ് ലൈഫിൽ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ബുക്കാണ്. പ്രധാനമായിട്ടും ചില പോയിന്റുകളിൽ കൂടി ഇത് കടന്നു പോകുന്നത് കാണാൻ പറ്റും. ഇതിൽ മെയിൻ 4 പോയിന്റുകൾ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ ഒരെണ്ണം ഡിഫൈൻ യുവർ ഓൺ സക്സസ് എന്നുള്ളതാണ്. അതായത് സൊസൈറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സക്സസ് എന്താണെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു പോയിന്റ്. അതായത് നമ്മൾ തന്നെയാണ് എന്താണ് നമ്മുടെ സക്സസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ് അതർ മെയിനായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഒരു പോയിന്റ് യുവർ ഓൺ മെൻ്റൽ സ്ട്രെങ്ത്. നമ്മുടെ തന്നെ മനസ്സിൻ്റെ കപ്പാസിറ്റി, മെൻ്റൽ സ്ട്രെങ്ത് പല മെത്തേഡുകളിൽ കൂടി വർദ്ധിപ്പിക്കണം എന്നുള്ളത് അദ്ദേഹം അതിനുള്ള മെത്തേഡുകൾ ഈ പുസ്തകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പോയിന്റ് സെൽഫ് അവെയർനെസ് ആണ്. നമ്മൾ എന്താണെന്നും നമ്മുടെ കപ്പാസിറ്റി എന്താണെന്നും നമുക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടതിൻ്റെ പൂർണ്ണമായ ആവശ്യകത ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, ആ കപ്പാസിറ്റിയെ ഗ്രാജുവലി ത്രൂ ദ സെവറൽ പ്രോസസ്സ്, ഓരോരോ പ്രോസസ്സിൽ കൂടെ അതെങ്ങനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്, ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷനിലും നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്, നമ്മുടെ പ്രതികരണത്തിനെ മറ്റുള്ളവരെ ആ പ്രതികരണത്തിലൂടെ നമ്മുടെ മൈൻഡിനെ മറ്റുള്ളവരെങ്ങനെ തിരിച്ചറിയും എന്നുള്ളതൊക്കെയാണ് അതിൽ വരുത്തേണ്ട ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരണങ്ങളാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. വളരെ ഡീസൻ്റായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബുക്കാണ്. സാധാരണക്കാർക്ക് എല്ലാവർക്കും വായിക്കാൻ കഴിയും. അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത. ഒരുപാട് ഗ്രാമറിലോ അല്ലെങ്കിൽ ഒരുപാട് കടുകെട്ടിയ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് കടന്നു പോകുന്ന ഒരു പുസ്തകം. ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ്. വാങ്ങി വായിച്ച് നോക്കുക. ഇറ്റ് വിൽ ബി എ ഗുഡ് എക്സ്പീരിയൻസ്.